അതെ, ഇന്ന് നമുക്ക് കൊറിയ വരെ ഒന്ന് പോയിട്ട് വന്നാലോ? നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വൈറൽ കൊറിയൻ ചില്ലി ഗാർലിക് പൊട്ടറ്റോസ് ആണ്. എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്കും കൂടി ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഇതാ 4 പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. അത് പീൽ ചെയ്ത് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതായത് കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോസൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ പൊട്ടറ്റോസ് മാഷ് ചെയ്തിട്ട് ഇത് ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് പൊട്ടറ്റോസും കോൺഫ്ലവറും ഒരുമിച്ച് ഇട്ടിട്ട് ഒരു പൊട്ടറ്റോ മാഷർ വെച്ച് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് നല്ലൊരു ഡോ ആക്കി മാറ്റണം. ഇനി നമുക്ക് കയ്യിലൊന്ന് ഒരല്പം എണ്ണ പുരട്ടി ഗ്രീസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം ചെറിയ ബോളുകളാക്കിയിട്ട് നമ്മളിത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഫേവറേറ്റ് പാർട്ട് ഓഫ് ദിസ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതാന്നേ പറയുള്ളൂ കേട്ടോ. ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാണ് ഈ ബോൾസ് ഉണ്ടല്ലോ, അതിലൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊട്ടേറ്റോ ബോൾസൊക്കെ ടപ്പേന്ന് പറഞ്ഞ് മഷ്റൂമിൻ്റെ ഷേപ്പിലായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് എല്ലാ ബോളുകളിലും നമ്മളിതുപോലെ പ്രസ് ചെയ്ത് ഇതുപോലെ മഷ്റൂം ഷേപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് നമുക്ക് ഈ ഓരോ പൊട്ടേറ്റോ ബോൾസ് അല്ല കേട്ടോ, ഇനിയിപ്പോൾ പൊട്ടേറ്റോ മഷ്റൂം എന്നാണ് പറയണ്ടേ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതായത് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി സിങ്ക് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇതൊന്നും തിളച്ച് വരുമ്പോൾ അപ്പോൾ ഒരു 3 മിനിറ്റ്സ് മതിയോ. 3 മിനിറ്റ്സിനുള്ളിൽ ഇത് കുക്കായിട്ട് മേലേക്ക് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതെടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അത് ഫർദർ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി തണുത്ത വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമ്മളിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസും 1.5 ടേബിൾ സ്പൂണോളം കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ ചില്ലി ഓയിലും അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ പൗഡർഡ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചില്ലി ഓയിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഹോട്ട് ഓയിലിൽ മിക്സ് ചെയ്ത് ചേർത്താൽ മതി. ഇനി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ചോപ്ഡ് ഗാർലിക്കും പാപ്രിക്ക പൗഡറും പിന്നെ സ്പ്രിംഗ് ഓണിയൻസും പിന്നെ കുറച്ച് ഹണിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂണോളം ബട്ടറും ചേർത്ത് ചൂടാക്കിയിട്ട് കുറച്ച് ചോപ്ഡ് ഗാർലിക്സും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് ഇതുപോലെ ബ്രൗൺ ഷെയ്ഡായിട്ട് വരുമ്പോൾ നമുക്കതെടുത്തിട്ട് ഇതിലോട്ട് ഈ പൊട്ടേറ്റോ മഷ്റൂംസിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ഗാർലിക് പൊട്ടേറ്റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചില്ല കേട്ടോ, അത് ഭയങ്കര ടേസ്റ്റ്, ഇത്രയും ടേസ്റ്റ് വരുമെന്ന് ഒരിക്കലും കരുതിയില്ല. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോഴാണ് അടിപൊളിയാണ്, വെറുതെ അല്ല ഈ സംഭവം വൈറലായതെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് സെസമി സീഡ്സും കൂടിയാണ് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇഷ്ടമാവും എല്ലാവർക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.